ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നെയ്യപ്പാണ്. നമ്മൾ സാധാരണ എപ്പോഴും ഡെസേർട്ട്സാണ്, എനിക്ക് കൂടുതൽ ഇഷ്ടം ഡെസേർട്ട്സ് ആയതിനെക്കൊണ്ട് ഞാൻ എപ്പോഴും ഡെസേർട്ട്സാണ് ഉണ്ടാക്കി കാണിക്കൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പേസ്ട്രീസോ അങ്ങനത്തെ എന്തെങ്കിലുമാണ് നമ്മളെപ്പോഴും കാണിക്കാറുള്ളത്. ഇന്ന് നമ്മൾ ഒരു നാടൻ റെസിപ്പി ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ 3 കപ്പ് പച്ചരി വൈറ്റ് റൈസ് ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി ഒന്ന് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് 500 ഗ്രാം ശർക്കരയാണ്. ഞാൻ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിത് ഗ്യാസിലേക്ക് വെച്ചിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. സംഭവം ഞാനിത് ഫസ്റ്റ് ടൈമാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്ത്. ഞാനൊരു 50-50 ഇത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം അത്ര ഉറപ്പില്ലേനു നന്നാവോ ഉള്ള. അപ്പം ഞാൻ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിനെക്കൊണ്ട് തന്നെ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ശർക്കര മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്കിത് ചൂട് തണിയാനും മാറ്റി വെക്കാം. നല്ലോണം ചൂട് തണിഞ്ഞിട്ടേ നമുക്കിത് അരിൻ്റെ കൂട്ടത്തിൽ അരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂട് തണിയട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ ശർക്കരപ്പാനിക്ക് നല്ലോണം ചൂട് തണിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ച പച്ചരിയിൽ പകുതി ഭാഗം ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ച്, കുറച്ച് പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചതാണ്. ഞാനൊരു ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂണ് മൈദ. നല്ല നെയ്യപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ യൂസ് ചെയ്യുന്നത്. മൈദ ഗോതമ്പ് പൊടിയോ എന്തായാലും മതി. അങ്ങനെ ഒരു 5 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ശർക്കരൻ്റെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മൾ ശർക്കരപ്പാനി പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കുറച്ചൊരു കട്ടിയുള്ളതിനെ കൊണ്ട് ഞാൻ കുറച്ചും കൂടിയും ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പച്ചരിയും അതേപോലെ തന്നെ ശർക്കരപ്പാനിയും കൂടിയും ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഞാൻ മുഴുവൻ ഒഴിച്ചിട്ടില്ല, കുറച്ചവിടെ ബാക്കി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അധികം ലൂസായി പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം ലൂസായി പോയാൽ നെയ്യപ്പത്തിന് ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ നെയ്യപ്പത്തിൻ്റെ ഒരു അരച്ചെടുത്ത ഒരു പരുവെന്ന് പറയുന്നത്. നമ്മളിത് ഇനി കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ഒന്നും കൂടി ഇത് തിക്കാവുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു പരുവെന്ന് പറയുന്നത് ഇതാണ്. ഓവർ കട്ടിയോ ആവരുത്, ഓവർ ലൂസാവരുത്. നമ്മൾ ദോശമാവിൽ നിന്നൊന്ന് കുറച്ചും കൂടി ഒന്ന് ലൂസായ ഒരു പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിത് കുറച്ചൊരു കട്ടിയുള്ളതിനെ കൊണ്ട് ഞാൻ ബാക്കിയുള്ള ആ ശർക്കരപ്പാനിയും കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് 500 ഗ്രാം ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് ഞാൻ അപ്പക്കാരം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഓവർ തണുപ്പുള്ളൊക്കെ സ്ഥലമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അപ്പക്കാരം ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇതിൽ അപ്പക്കാരം ആഡ് ചെയ്യാണ്ട് തന്നെ, അതായത് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാണ്ട് തന്നെ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേനു. എന്നിട്ട് ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടിയത്. ഇനി ഇത് നമുക്ക് നല്ലോണം ടൈറ്റായിട്ട് നമുക്ക് ഇതൊന്ന് റാപ്പ് ചെയ്തിട്ട് എടുക്കണം. നമുക്ക് ടൈറ്റുള്ള മൂടി ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതേപോലെ ക്ലിയർ റാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ടൈറ്റാക്കിയിട്ട് ഇത് ഒരു എന്താ പറയുക, ഒരു 5-6 മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ് നമുക്കിതൊന്ന് എന്താ പറയുക ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം.
അപ്പോൾ ഞാൻ അത്രയും ടൈം കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിലുള്ള അത്ര തിക്നെസ്സിന് ആവശ്യമില്ല. കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് ലൂസ് ആവാനുണ്ട്. ഞാൻ കുറച്ചൊരു കട്ടിയിലാണ് ബാറ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നെയ്യപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് എന്താ പറയുക, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ ഒന്നും കൂടി ബെറ്റർ ആവേനു എന്നുള്ള ആ ഒരു തോട്ട് വന്ന് അപ്പോൾ ഞാനത് ഇവിടെ പറഞ്ഞതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടണം. അതിലേക്ക് ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് കരിഞ്ജീരകമോ അല്ലെങ്കിൽ കറുത്ത എള്ളോ ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഞാൻ എന്താ പറയുക, കറുത്ത എള്ളിൻ്റെ അടുത്തില്ലാത്തതിനെ കൊണ്ട് കരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ എള്ളുണ്ടെങ്കിൽ എള്ള് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഏതായാലും നമുക്ക് ഫ്ലേവറൊക്കെ ഏകദേശം ഒരേപോലെയാണ് ഫീൽ ചെയ്യുക. അതിനെക്കൊണ്ട് ഏതാ ഉള്ളത് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു തേങ്ങാക്കൊത്തിൻ്റെ കളർ ഒന്നും കൂടി ഒരു ബ്രൗൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നമ്മൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് ചൂടോടുക്കെ തന്നെ ഞാൻ ഈ എന്താ പറയുക നെയ്യപ്പത്തിൻ്റെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഇത് കുറച്ചൊരു കട്ടി കൂടുതലാണ് നമ്മൾ മാവ്. അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ എപ്പം നെയ്യപ്പം എണ്ണയിലേക്ക് ചുടുമ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു തേങ്ങേൻ്റെ ഇതൊക്കെ അടിയിലേക്ക് പോകും. അപ്പോൾ അതിനെക്കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചൂടുള്ള എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സാധാ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അധികം തീ കൂട്ടരുത്. അപ്പോൾ ഒരു ലോ ടു മീഡിയമിൽ വെച്ച് നല്ലോണം ചൂടായതിന് ശേഷം നമുക്കൊരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് തന്നെത്താൻ പൊന്തി വരും. നമ്മളൊന്നും ചെയ്യേണ്ട, ഒന്നും ടച്ച് ഒന്നും ചെയ്യേണ്ട. പിന്നെ ഒരു ബോൾ പോലെ ആയിട്ട് ഫ്രണ്ടിലൊക്കെ പൊന്തി വരും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. കണ്ടില്ലേ, അപ്പോൾ നല്ലോണം പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ പൊന്തി വന്നാലൊന്നും തൊടരുത്. കാരണം സൈഡൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യും, 1 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യുന്നില്ല, കാരണം എത്ര ടൈം എടുക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യാണ്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ടൈം മനസ്സിലാവല്ലോ. അപ്പം ഇതാ സൈഡൊക്കെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് മറിച്ച് കൊടുത്താൽ മോൾ ഭാഗം വേവാണ്ട് അത് ലീക്കായി പോവും. അതിനെക്കൊണ്ട് ഒന്നൊന്ന് ടൈം എടുത്തിട്ട് വേണം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് നന്നാവോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ മാഷാ അല്ലാഹ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടേനു. നമ്മൾ സൈഡൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 സൈഡും ഒരേപോലെ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് പൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും സെയിം കളറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നമ്മൾ ഇത് ഒഴിച്ച പോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഒഴിച്ചെടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ പുതിയത് ഒഴിക്കാൻ വേണ്ടി പോകുമ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതാ നമ്മളെ നെയ്യപ്പൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല ചൂടുണ്ടായിരുന്നു. ഞാനിത് മുറിച്ച് കാണിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ ഒന്നൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഉള്ളൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ഷുഗറും അതായത് നമ്മുടെ മധുരമൊക്കെ നല്ലോണം ബാലൻസാണ്. ഓവർ മധുരവും ഇല്ല. എനിക്ക് ഓവർ മധുരമുള്ള നെയ്യപ്പം ഇഷ്ടമില്ല. അപ്പോൾ ഇത് കറക്റ്റ് മധുരമാണ്. എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയാമല്ലോ നെയ്യപ്പം നമുക്ക് കുറേ ദിവസം നമുക്ക് എടുത്ത് വെക്കാനും വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നെയ്യപ്പൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം.